ചർച്ചകളൊക്കെ സജീവമാണെന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പിന്റെ. എങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? നമ്മള് ഉഷാറാണോ? ഉഷാറായി പോകുന്നുണ്ട്. എന്താണ് ഇതുപോലത്തെ മണ്ഡലത്തിൽ ഒരു പ്രതീക്ഷ? പ്രതീക്ഷ LDF എന്തായാലും വരും. പിന്നെ തിരിച്ചു പിടിക്കും. ബാലകൃഷ്ണ മാഷ് എന്തായാലും ചെയ്യും. എന്താ അത്ര ആത്മവിശ്വാസം? ആത്മവിശ്വാസം നമ്മളെ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണല്ലോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചില വിഷയങ്ങളുണ്ടായല്ലോ, അതെല്ലാം മാറിയില്ലേ? അതെല്ലാം മാറി ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണവും കൂടി, ഭരണത്തിൻ്റെ ഒരു നേട്ടവും കൂടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്തവണ സാഹചര്യമൊക്കെ അനുകൂലമാണ്. അതെ, എല്ലാം കൊണ്ട് അനുകൂലം. ഈ നിലവിലെ MP യുടെ ഒരു അവസ്ഥ എങ്ങനെയാ? ഇവിടെ വരാറേ ഇല്ല. കാണാറുണ്ടോ? കാണും. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടാകും 5 വർഷത്തിൽ. 5 വർഷം കഴിക്കാം. 5 വർഷം. MP എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ലൈറ്റും വെച്ച് 2 ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ഫോട്ടോ, ലൈറ്റും വലിയ 2 ഫോട്ടോ. ഒരുപക്ഷെ ഇത് വലിയൊരു ട്രോളാണ്. കാരണം ഈ കേരളത്തിൽ നിന്നുള്ള ഈ UDF MPമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവർ മുകളിലേക്ക് നോക്കുന്നതാണ് പറഞ്ഞത്. ഇത് മാത്രമാണ് എല്ലാ മണ്ഡലങ്ങളും കാണിക്കുന്നത്. സമാന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും. ഒരു സാഹചര്യം എന്താ പറയാനുള്ളത്? സാഹചര്യം പിന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റാണ്. കഴിഞ്ഞ തവണ മണ്ഡലം കയ്യിൽ നിന്ന് പോയി. അത് പിന്നെ കോൺഗ്രസ് വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള. ഇത്തവണ ഇത് നടക്കാൻ പോകുന്നത് നാട്ടുകാർക്ക് മനസ്സിലായോ? പ്രാവശ്യം കോൺഗ്രസ് പോയി. കോൺഗ്രസ് എല്ലാം BJP അല്ലേ? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. പിന്നെ ഈ 19 MP കഴിഞ്ഞതിന് തെരഞ്ഞെടുത്ത് അയച്ചു. അവര് ഇപ്പൊ ലോകസഭയിൽ എന്ത് ചെയ്തു? ആകെ ഒരു MP അതുപോലെ രാജ്യസഭയിലുള്ളവരും അല്ലാതെ കേരളത്തിന്റെ കാര്യങ്ങൾ ഉന്നയിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇവരൊക്കെ ആ ഒരു വലിയ ആവേശം, ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശമുണ്ട്. ബാലകൃഷ്ണ മാഷ് ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ്. ഉറപ്പ്, ആ ആത്മവിശ്വാസം തന്നെയാണ് ഇവര് പങ്കുവെക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടരാം. അപ്പൊ ഞങ്ങളുടെ യാത്ര തുടരുക. ഏതായാലും നിങ്ങളുടെ നാട്ടുകാരോട് കൂടി നന്ദി പറഞ്ഞേക്കാം. ഈ